എനിക്ക് പരിചയമുള്ള ആൾക്കാർ കുറച്ച് സ്റ്റുഡൻസ് ഓൾറെഡി ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പോയി അവർക്ക് എന്നെ കുറച്ച് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ അപ്ലൈ ചെയ്തു, സെക്കൻഡിൽ കിട്ടി. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, കുറെ റിജക്ഷൻസ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്തെങ്കിലും മെയിൻ പ്രോബ്ലം ആയിരിക്കും. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടി. അപ്പം ഞാൻ സ്പോൺസർ ആയിട്ട് വെച്ചത് അമ്മേനെയായിരുന്നു. അപ്പൊ അമ്മ ടീച്ചറാണ്, ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ITR ആണെങ്കിലും ഈ എന്താ പറയാ ഗവൺമെന്റ് ജോബിനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവർക്ക് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഒരുമിച്ചൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ അത് അവര് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ കുട്ടി ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ബാക്കപ്പ് ഉണ്ടോ, മനസ്സിലായി, കുട്ടി എലിജിബിൾ ആണോ, ഫണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എത്ര ഫണ്ട് കാണിക്കേണ്ടി വന്നു? ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 13 lakhs ആയിരുന്നു കാണിക്കേണ്ട വന്നത്. വിസ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാം.